ഇന്ത്യ പാകിസ്ഥാൻ DGMO തല ചർച്ച അല്പസമയത്തിന് മുൻപാണ് പൂർത്തിയായത്. വെടിനിർത്തൽ ധാരണയെ സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. സിന്ധു നദീജല കരാർ ചർച്ചയ്ക്ക് എടുത്തില്ല. പാക് പ്രകോപനങ്ങളിൽ ഇന്ത്യ ശക്തമായ എതിർപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പി ബസൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ബസൻ, രാവിലെ ചേരേണ്ടിയിരുന്നു 12 മണിക്കുള്ള യോഗം, അത് വൈകുന്നേരത്തേക്ക് മാറ്റി. അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഒപ്പം ഇന്ത്യയുടെ കനത്ത പ്രതിഷേധം ഈ 2 ദിവസവും വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതറിയിച്ചപ്പോൾ എന്ത് പ്രതികരണം? ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തു വരുന്നത്? ദ്വിഷ ഇപ്പോൾ വെടിനിർത്തൽ കരാർ ധാരണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണെന്ന് ചർച്ച ചെയ്ത് വേറൊന്നും തന്നെ ചർച്ചയായിട്ടില്ല. 2-3 കാര്യങ്ങളാണ് വന്നത്. ഒന്ന്, പ്രകോപനം ഉണ്ടാകരുത് എന്ന് ഇന്ത്യ ആവർത്തിച്ചിട്ടുണ്ട്. 2, വെടിവെപ്പ് തുടരരുത്, സാധാരണക്കാരെ ലക്ഷ്യം വെക്കരുത് എന്നുള്ളൊരു ആവശ്യം കൂടി ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡ്രോണുകൾ കൊണ്ടുള്ള ആക്രമണ ശ്രമങ്ങൾ പാടില്ല, നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ചർച്ചയായത്. വേറെ ഒരു വിഷയവും ഈ കാര്യത്തിൽ വന്നിട്ടില്ല. അതായത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ചേരാനിരുന്നത് വൈകിട്ട് 5 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിൽ ഏറ്റവും കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം അവസാനിപ്പിക്കണം, സാധാരണക്കാരനെ അല്ലെങ്കിൽ അവിടെയുള്ള തദ്ദേശീയരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ പാടില്ല എന്നുള്ളത്, വെടിവെപ്പ് തുടരരുത്, പ്രകോപനം ഉണ്ടാകരുത് എന്നിവ ആണ് ഇപ്പോൾ ഇന്ത്യ അങ്ങോട്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ DGMOയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ വെടിവെപ്പ് തുടരുന്ന ഒരു പ്രക്രിയയിലേക്ക് പോയാൽ അത് പ്രകോപനം തിരിച്ചടിക്കും എന്നുള്ളൊരു സന്ദേശം കൂടി ഇന്ത്യ നൽകാൻ തുടരാനും ഇപ്പോൾ ധാരണയായിട്ടുണ്ട്. ശരി, എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യം കാത്തിരിക്കുന്ന 8 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് സംസാരിക്കുന്നു എന്നതാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം രാജ്യത്തോട് സംവദിക്കാൻ വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിൽ കേന്ദ്രീകരിച്ച് മെയ് 13 BJP ഒരു തിരംഗയാത്ര സംഘടിപ്പിക്കുന്നു എന്നുകൂടി അറിയുന്നു. ബസന്ത് വീണ്ടും ചേരുന്നു. ബസന്ത്, ഇപ്പോൾ സൈന്യം എന്തൊക്കെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അതിനുശേഷവും എടുത്ത നിലപാടുകൾ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി രാജ്യത്തോട് പറഞ്ഞു കഴിഞ്ഞു. ചില രാഷ്ട്രീയപരമായ ചില വാദപ്രതിവാദങ്ങളൊക്കെ മറുഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനുള്ള മറുപടി എന്ന നിലയ്ക്ക് കൂടിയാകുമോ അതോ പൂർണ്ണമായും ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യം നേടിയെടുത്ത അഭിമാനകരമായ ഒരു നേട്ടത്തെ കേന്ദ്രീകരിച്ചായിരിക്കുമോ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തോട് സംസാരിക്കാൻ പോകുന്നത്? ദ്വിഷ, വെടിനിർത്തൽ നിലവിൽ വന്ന് ഏകദേശം 2 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 48 മണിക്കൂറിന് ശേഷമാണ് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ രാജ്യത്തോട് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്തായിരിക്കും പ്രധാനമന്ത്രി പറയുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവരും കാതോർത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായിരുന്നു എന്നുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരും. ഭീകര ക്യാമ്പുകൾ തകർത്തു എന്നത് തന്നെയായിരിക്കും പ്രധാനമന്ത്രിയുടെ നിലപാട്. അതിനുശേഷമുള്ള പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ആക്രമണങ്ങളെയും പ്രതികരിക്കാൻ കഴിഞ്ഞു, പ്രത്യാക്രമണം നടത്തി, പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട വ്യോമതാവളങ്ങളെല്ലാം തന്നെ തകർക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രി തന്നെ തൻ്റെ ആദ്യത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ പറഞ്ഞത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള തിരിച്ചടി നിങ്ങൾക്കുണ്ടാകുമെന്ന പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. സമാനമായ തരത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ തിരിച്ചടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ ലക്ഷ്യമിട്ടത് നേടി എന്നുള്ളത് ആദ്യഘട്ടത്തിൽ രാജ്നാഥ് സിംഗ് പറയുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയായിരുന്നു. അത് പാകിസ്ഥാൻ്റെ പ്രകോപനമായിരുന്നു അതിന് കാരണം. അതിനുള്ള തിരിച്ചടിയായിട്ടായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ്റെ വ്യോമതാവളങ്ങളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ആയുധ ശേഖരങ്ങളും, അതായത് ആണവായുധങ്ങൾ അടക്കമുള്ള ശേഖരങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചത്. അതിനെ തുടർന്ന് പാകിസ്ഥാൻ്റെ കനത്ത സമ്മർദ്ദം മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ മേലുമൊക്കെ ഉണ്ടാവുകയും ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലുള്ള 3 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിലവിൽ രാഷ്ട്രീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിലൊന്ന്, എന്തുകൊണ്ട് ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം പ്രഖ്യാപിച്ചു എന്നുള്ളത്. ഈ അമേരിക്കയുടെ ഇടപെടലോ മധ്യസ്ഥതയോ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുടെ ആവശ്യമുണ്ട്. 2, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ പറഞ്ഞത് ഈ ഇന്ത്യയും പാകിസ്ഥാനും മറ്റു വിഷയങ്ങളൊക്കെ തന്നെ ഒരു നിഷ്പക്ഷ രാജ്യത്ത് വെച്ച് ചർച്ച ചെയ്യുമെന്നുള്ളത്. അത് ഇന്ത്യ ഔദ്യോഗികമായി നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം എങ്ങനെ കടന്നു വന്നു എന്നുള്ളത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടതിൽ കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്നുള്ള കാര്യം. ഈ കശ്മീർ വിഷയം ഒരു ഘട്ടത്തിലും നമ്മളൊരു ത്രിരാഷ്ട്ര വിഷയമായി കൊണ്ടുവന്നിട്ടില്ല. മാത്രമല്ല ഒരു മധ്യസ്ഥതയ്ക്ക് ഇന്ത്യ ഒരിക്കലും തയ്യാറുമായിരുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ ഒരു കശ്മീർ വിഷയം വീണ്ടും വരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ തിരിച്ചടി എന്നുള്ള നിലയ്ക്കാണ് ഇന്ത്യ കാര്യങ്ങൾ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഭീകരാക്രമണം ഒരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന്
കാശ്മീർ വിഷയം വീണ്ടും ഒരു സജീവ ചർച്ചയിലേക്ക് അന്താരാഷ്ട്ര രംഗത്ത് വരുന്നു എന്നുള്ളൊരു വിഷയം വരുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഈ നയതന്ത്ര രംഗത്ത് പാളിപ്പോയിട്ടുണ്ടോ എന്നുള്ളൊരു വിഷയം കൂടി, അതിൽ പ്രധാനമന്ത്രി എന്തെങ്കിലും അഭിപ്രായം പറയുമോ എന്നുള്ളതാണ് ലോകം കാത്തിരിക്കുന്നത്. ശരി പി ബസ് എന്നാണ് വിവരങ്ങൾ നൽകിയത്. സമയം 6:15. ഇനി കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ കൃത്യം 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തോട് കാര്യങ്ങൾ വിശദീകരിക്കും.